കണ്ണൂർ മാടായി കോളേജ് ചരിത്ര വിഭാഗവും ജവഹർലാൽ നെഹ്റു പബ്ലിക് ഗവേഷണ കേന്ദ്രവും ചേർന്ന് ദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നു. നെഹ്റുവിന്റെ പാരമ്പര്യ രാഷ്ട്രം, മതനിരപേക്ഷത, ജനാധിപത്യം എന്ന വിഷയത്തിൽ കേരള കൌൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് സെമിനാർ നടത്തുന്നത്. ഫെബ്രുവരി 13, 14 തീയതികളിൽ കണ്ണൂർ ജവഹർ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സെമിനാറിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖ അധ്യാപകരും ഗവേഷകരും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററും ചേർന്ന് നെഹ്റുവിനെ കുറിച്ച് ഒരു 2 ദിവസം നീണ്ടു നിൽക്കുന്ന നാഷണൽ സെമിനാർ സംഘടിപ്പിക്കുകയാണ്. നമുക്കൊക്കെ അറിയാം, നെഹ്റുവിനെ തമസ്കരിക്കാനും തേച്ചു മായ്ച്ചു കളയാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇങ്ങനൊരു സെമിനാർ സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി, സ്വാതന്ത്ര്യ സമര നായകൻ, ഇന്ത്യയുടെ വികസന നായകൻ ജവഹർലാൽ നെഹ്റു വഹിച്ച പങ്ക്, അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ജനാധിപത്യ മൂല്യങ്ങൾ, അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മതേതരത്വം, ഇതൊക്കെ ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വരുന്ന തലമുറ, പുതിയ തലമുറക്ക് നെഹ്റുവിൻ്റെ രാഷ്ട്രീയ സാമൂഹിക പാരമ്പര്യത്തെ പുതുക്കി വായിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നത്. ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പപ്പാട്ടനാണ്. സെമിനാറിൻ്റെ കീനോട്ട് അഡ്രസ്, മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ മുൻ പ്രൊഫസറും ചരിത്രകാരനുമായ ആദിത്യ മുഖർജിയാണ്. തുടർന്ന് 2 ദിവസങ്ങളായി പ്രമുഖ ചരിത്രകാരന്മാരും അതുപോലെ തന്നെ പ്രമുഖ ചരിത്രകാരി മൃദുല മുഖർജി തുടങ്ങിയവർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. നമ്മളെ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് കോളേജിലെ വിദ്യാർത്ഥികൾ തന്നെയാണ്. ഏകദേശം 150ഓളം കുട്ടികൾ വിവിധ കോളേജുകളിൽ നിന്നായി പങ്കെടുക്കും. കൂടാതെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള ആളുകളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. കണ്ണൂരിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ നെഹ്റുവിനെ കുറിച്ചുള്ളൊരു നാഷണൽ സെമിനാർ സംഘടിപ്പിക്കുന്നത്. ഇത് കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ സഹായത്തോടെയാണ് നിങ്ങൾ സംഘടിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറിയുടെ വർക്കിംഗ് ചെയർമാൻ എം രത്നകുമാർ, കണ്ണൂർ മുൻ മേയർ ടി ഒ മോഹനൻ, മാടായി കോളേജ് വൈസ് പ്രസിഡന്റ് കെ ഫൽഗുണൻ, സെമിനാർ കോർഡിനേറ്റർ ടി കെ ശൈലേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ? HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.